ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. നമുക്ക് എങ്ങനെ പാനിപൂരി തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് റവ, ഒരു പിഞ്ച് ഉപ്പ്, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചെടുത്ത് ഇതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പൊട്ടോട്ടോ ഫില്ലിംഗ് തയ്യാറാക്കാം. 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്, തൊലി കളഞ്ഞ്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ചാറ്റ് മസാല. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പിക്ക പാനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മല്ലിയിലയും പുതിനയിലയും പകുതിയായിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 4 പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം, ഒരു പിഞ്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് പെരുംജീരകപ്പൊടിയും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കട്ടാമിട്ട പാനി തയ്യാറാക്കാം. അരിച്ചു വെച്ച പുളിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ചക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ മാവ് പരത്തി ഒരു ഗ്ലാസ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത പൂരി എണ്ണ ചൂടായ ശേഷം ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൂരി ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പൂരി പൊട്ടിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് പൊട്ടോട്ടോ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സ്പൈസി ആയിട്ടുള്ള പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കട്ടാമിട്ട പാനി ഒഴിച്ചു കൊടുക്കാം.